ആഗോള സാമ്പത്തിക രംഗത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന രണ്ട് നിരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് ആഗോള സാമ്പത്തിക വളർച്ചയുടെ 20% വരെ ഇന്ത്യയുടെ വിഹിതമായിരിക്കുമെന്ന് വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിഡന്റും സിഇഒയുമായ ബോർഗെ ബ്രൻഡെ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് കൊണ്ടുവന്ന പരീക്ഷണ നടപടികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ഗവേഷണം തുടങ്ങിയ രംഗങ്ങളിലെ വർദ്ധിച്ച നിക്ഷേപം ഇവയൊക്കെയാണ് അതിന് അടിസ്ഥാനമായി അദ്ദേഹം കാണുന്നത്. നിലവിൽ 6% മുകളിൽ വളർച്ചയുള്ള സമ്പദ് വ്യവസ്ഥ സമീപ വർഷങ്ങളിൽ 7 മുതൽ 8% വരെ വളർച്ചയിൽ എത്തുമെന്നും ബ്രൻഡെ പറയുന്നു. നിലവിൽ 1.2 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ രാജ്യത്തുണ്ട്. 120 യൂണിക്കോൺ കമ്പനികൾ രാജ്യത്തുണ്ട്. വളർച്ചയ്ക്ക് ഇവയൊക്കെ കരുത്തായി മാറുന്നുണ്ട്. ഇന്ത്യയുടെ നികുതി വരുമാനം വളരുന്നത് വളരെ ശുഭകരമായ കാര്യമാണ്. ഈ വിലയിരുത്തലിൽ പറയുന്നു, ഇത് രാജ്യത്തെ ധനക്കമ്മി കുറയ്ക്കും. ധനക്കമ്മി സുസ്ഥിരമാക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾ അതിന് അനുകൂലമാവും. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ ധനക്കമ്മി സങ്കീർണത രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അതിൽ നിന്ന് രക്ഷ നേടുമെന്ന് വേൾഡ് ബാങ്ക് വിലയിരുത്തുന്നു. ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യ തുടരുമെന്നും റിപ്പോർട്ട് പറയുന്നു. വരുന്ന 2 സാമ്പത്തിക വർഷങ്ങളിൽ GDP വളർച്ച 6.7% എത്തുമെന്നും വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ 35% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ GDP വിഹിതം ചെറിയ തോതിലെങ്കിലും ക്രമാതീതമായി വളരുന്നുണ്ട്. 2020 3.16%, 2021 3.28% നിരക്കിൽ ആയിരുന്നു. 2024 വിഹിതം 10.3% ആയിട്ടുണ്ട്. ഇത് 2030 11.5% എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രതീക്ഷകളെ പിന്നിലാക്കുന്ന കണക്കുകളാണ് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ തലവൻ നൽകുന്നത്. ഇന്ത്യൻ സമ്പദ്ഘടനയിൽ സംഭവിക്കുന്ന കാലികമായ അടിയൊഴുക്കുകളാണ് അതിന് ആധാരമായി അദ്ദേഹം കാണുന്നത്. ഇന്ത്യൻ സമ്പദ്ഘടനയിൽ നിലവിലുള്ള ട്രെൻഡ് തുടരുന്ന പക്ഷം വളർച്ചയെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർക്കും സന്ദേഹങ്ങളില്ല. എന്നാൽ തൊഴിൽ, വിദ്യാഭ്യാസ, നൈപുണികയിലൊക്കെ മാറ്റം ആവശ്യമാണെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. വളരുന്ന സാമ്പത്തിക അസമത്വവും കുറയ്ക്കേണ്ടതുണ്ട്. കൃഷിയുടെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെയും പുരോഗതി ആവശ്യമെന്നും അഭിപ്രായമുണ്ട്. ഇൻകം വളരുന്നതിനോടൊപ്പം ക്വാളിറ്റി കൺസംഷൻ ഉയരുന്നതും പണപ്പെരുപ്പം നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്നതും അനുകൂലമായി വിലയിരുത്തുന്നുണ്ട്. പരിമിതികൾ മനസ്സിലാക്കി ദീർഘകാല കാഴ്ചപ്പാടിൽ നയങ്ങൾ നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഭരണ നേതൃത്വവും വളർച്ചയ്ക്ക് വേണ്ടതുണ്ടെന്ന് തന്നെയാണെന്ന് കരുതുന്നത്.